ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ് ഏതാണ്ട് 30-ലധികം സീറ്റുകളിൽ വലിയ പോരാട്ടം, ശക്തമായ പോരാട്ടം നടത്താൻ ബി.ജെ.പി. ശ്രമിക്കുന്നു. അവിടെ കൃത്യമായ ഒരു വോട്ട് വിഹിതം ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് അക്കൗണ്ടിലേക്ക് എത്തിക്കുക. ഇതുവരെയുള്ള ഒരു തെരഞ്ഞെടുപ്പുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ വോട്ടുകൾ എങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് ബി.ജെ.പി. കണക്കാക്കുന്നത്. ഈഴവ വോട്ടുകൾ അതുകൊണ്ട് തന്നെ ബി.ജെ.പിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം നിർണായകമാണ്? തീർച്ചയായും അഭിലാഷ്, 2015 മുതൽ ഈഴവ വോട്ടുകളിലെ കടം ചെല്ലാൻ NDA നടത്തിയ, പ്രത്യേകിച്ച് BJP നടത്തിയ ഒരു രാഷ്ട്രീയ പരീക്ഷണമായിരുന്നു BDJS എന്ന പാർട്ടി. നമുക്കറിയാം, BJPയുടെ ആശീർവാദത്തോടെ, ഒപ്പം വെള്ളാപ്പള്ളി നടേശന്റെയും ആശീർവാദത്തോടെ വെള്ളാപ്പള്ളിയുടെ മകനെ അധ്യക്ഷനായിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ട ഒരു പാർട്ടിയാണ്. ആദ്യഘട്ടത്തിലൊക്കെ കുട്ടനാട് പോലെയുള്ള സീറ്റുകളിൽ മത്സരിച്ച് വലിയ തോതിലുള്ള വോട്ട് വിഹിതം നേടിയെടുക്കാൻ BDJSന് സാധിച്ചു എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർത്തെടുക്കണം. പക്ഷേ പതുക്കെ ഇങ്ങോട്ട് ഈ BDJSന്റെ പ്രസക്തി കേരള രാഷ്ട്രീയത്തിൽ കുറഞ്ഞു വരുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 300ഓളം സീറ്റുകളിൽ കേരളത്തിൽ മത്സരിച്ച BDJSന് 5 സീറ്റുകളിൽ താഴെ മാത്രമാണ് നേടാനായത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. പക്ഷേ അവിടെ നമ്മൾ നോക്കിക്കാണേണ്ടത് BJP എന്താണോ BDJSനെ ഒപ്പം കൂട്ടിയത് കൊണ്ട് ലക്ഷ്യം വെച്ചത് അത് ഏതാണ്ട് സാധിച്ചെടുക്കാൻ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, BJPയുടെ പ്രധാനപ്പെട്ട 2 അജണ്ടകൾ കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടപ്പിലാക്കി വരുന്നതിൽ ഒന്ന് ക്രിസ്ത്യൻ ഔട്ട്റീച്ച്, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തുക എന്നുള്ളതായിരുന്നു. അത് പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ കാര്യമായ ഫലം കണ്ടില്ല എന്ന വിലയിരുത്തൽ പാർട്ടിക്ക് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അരമനകളിൽ പോകാതെ താഴെത്തട്ടിലുള്ള ക്രിസ്ത്യൻ ആളുകളുമായി, ജനതയുമായി സംസാരിച്ച് അവരെ ഒപ്പം നിർത്തണം എന്നുള്ള നിർദ്ദേശം നേതാക്കൾക്കും പ്രവർത്തകർക്കും മറ്റും BJPയുടെ കോർ കമ്മിറ്റി യോഗം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. മറുവശത്ത് ഈഴവ വോട്ടുകളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈഴവ വോട്ടുകളുടെ സ്വാധീന മേഖലയായ ആലപ്പുഴ പോലെയുള്ള സ്ഥലത്ത് വലിയ മുന്നേറ്റം BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. ശോഭാ സുരേന്ദ്രൻ അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഉണ്ടാക്കിയ ഒരോളം ചെറുതല്ല. അന്ന് വെള്ളാപ്പള്ളിയുടെയും അനുഗ്രഹാശിസുകൾ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വെക്കണം. ഇവിടെ 2 തരത്തിലാണ്. ഒന്ന്, CPMനോട് വെള്ളാപ്പള്ളി അടുത്തു നിൽക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കുമ്പോഴും അവിടെ അതുമായി ബന്ധപ്പെട്ട അപകടം വെള്ളാപ്പള്ളി മനസ്സിലാക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. CPI അടക്കമുള്ള ഘടകകക്ഷികൾ, CPI ഉണ്ട്, കേരള കോൺഗ്രസ് B അടക്കമുള്ള ഘടകകക്ഷികൾ വെള്ളാപ്പള്ളിയെ ഏതാണ്ട് പൂർണ്ണമായി എതിർക്കുകയും വെള്ളാപ്പള്ളിക്കൊപ്പം മുഖ്യമന്ത്രി പോയതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി വെള്ളാപ്പള്ളി വലിയ അപകടമാണ് എന്ന് CPI മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ CPM നേതാക്കൾ ആരും പരസ്യമായി വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്ത് വരുന്നില്ല എങ്കിൽ പോലും ആ അപകടം വെള്ളാപ്പള്ളി തിരിച്ചറിയുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഇതിൻ്റെ ഭാഗമായാണ് BJP നേതാക്കൾ കഴിഞ്ഞ ദിവസം കണിച്ചുകുളങ്ങരയിലെത്തി വെള്ളാപ്പള്ളിക്ക് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുകയും മറ്റും ചെയ്തത്. ഇനിയും ഈ പിന്തുണ തുടരാൻ തന്നെയാണ് BJPയുടെ തീരുമാനം എന്നറിയുന്നു. വെള്ളാപ്പള്ളിയുടെ മനസ്സ് എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ പലപ്പോഴും BJPക്കൊപ്പം ആയിരുന്നില്ല എങ്കിലും പാതി മനസ്സോടെ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോകുന്നതിന് മടിയുള്ള ഒരാൾ കൂടിയല്ല വെള്ളാപ്പള്ളി. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ മകൻ അധ്യക്ഷനായ, അദ്ദേഹത്തിൻ്റെ കൂടെ അനുഗ്രഹായുസ്സുള്ള BDJS എന്ന പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തി വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് BDJS നേരത്തെ ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു, മുന്നണി വിടാൻ ഒരുങ്ങുന്നു, മറ്റ് ഏതെങ്കിലും മുന്നണികളിലേക്ക് ചേക്കാറാൻ ഒരുങ്ങുന്നു എന്ന കാര്യങ്ങളിലൊക്കെ. പക്ഷേ അപ്പോൾ ഇന്നലത്തെ ഒരു കൂടിക്കാഴ്ച കൂടി ചേർത്ത് വെക്കുമ്പോൾ അത് കൂടി പ്രകാശ് ജാവദേക്കർ അടക്കമുള്ള കാര്യങ്ങൾ വെള്ളാപ്പള്ളിയോട് സംസാരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. സ്വാഭാവികമായും BDJS ഉടൻ മുന്നണി വിടാനുള്ള സാഹചര്യം ഇല്ല, NDAക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നുള്ള ഉറപ്പ് കൂടി വാങ്ങിക്കൊണ്ടാണ് BJP നേതാക്കൾ കണിച്ചുകുളങ്ങര വിട്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും BJP നേരത്തെ പറഞ്ഞതുപോലെ BJP ലക്ഷ്യം വെച്ച വലിയ ഒരു സംവിധാനമുണ്ട്. അത് ഈഴവ വോട്ടുകൾ തങ്ങൾക്കൊപ്പം എത്തിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ CPMനൊപ്പം ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിന്ന വോട്ടുകളാണ് ഈഴവ വോട്ടുകൾ. ഈഴവ വോട്ടുകൾ കൊണ്ടാണ് പലപ്പോഴും CPMും CPIയും ഒക്കെ പല സീറ്റുകളിലും, നിർണായകമായ സീറ്റുകളിലും വിജയം കൊയ്തിട്ടുള്ളത്. അവിടെ കടന്നു കയറാൻ BJPക്ക് സാധിച്ചതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ഈഴവ വോട്ടുകളെ തങ്ങൾക്കൊപ്പം എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് ഇനിയും ഉള്ള നാളുകളിലും അതേപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും വെള്ളാപ്പള്ളിയെയും തുഷാറിനെയും BDJSനെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള കരുക്കൾ BJP നീക്കുകയും ചെയ്യുമെന്ന കാര്യം വ്യക്തമാകുന്നത്. അതാണ്, അതായത് NDAക്കൊപ്പം തന്നെ BDJS തുടരും എന്നതിൽ ഉറപ്പ് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് ജാവ്ദേക്കറിന് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കാനുള്ളത്, ആദ്യമായല്ല ഈഴവ സമുദായത്തിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു പാർട്ടി SRP എന്ന ലേബലിൽ ഉണ്ടായിരുന്നു. നായർ സമുദായത്തിൽ നിന്ന് NDP എന്ന പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായിരുന്നു. ഒപ്പം DLP എന്ന പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായിരുന്നു. അന്നൊന്നും വലിയ തോതിൽ മുന്നേറ്റം നടത്താൻ ഈ മതസംഘടനകളുടെ പാർട്ടികൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോഴും ഈ ബഹുഭൂരിപക്ഷം വരുന്ന, അതായത് ഭൂരിപക്ഷ സമുദായത്തിലെ മത മേലധ്യക്ഷന്മാർ അല്ലെങ്കിൽ മത നേതാക്കൾ പറയുന്നിടത്ത് വോട്ടുകൾ രേഖപ്പെടുത്തുന്ന ഒരു ചരിത്രമല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും ഇവർക്ക് ചെറിയ തോതിലെങ്കിലും സ്വാധീനം ചെലുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ്
UDF-ഉം LDF-ഉം വെള്ളാപ്പള്ളിയുടെ പരാമർശങ്ങളെ അടക്കം വിമർശിക്കുകയും കൈവിടുകയും ചെയ്യുന്ന സമയത്ത് BJP അതിനെ ഒരു അവസരമാക്കി മാറ്റാൻ നോക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ.